അഡ്വാൻസ് ബുക്കിംഗ് കേരള ബോക്സ് ഓഫീസിൽ വൻ തരംഗങ്ങൾ സൃഷ്ടിക്കാതെ ഷാജി പാപ്പനും പിള്ളേരും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് ആൻഡ് റിവ്യൂവിന്റെ പുതിയൊരു വീഡിയോ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ആട് 3 എന്ന് പറയുന്ന ഏറ്റവും പുതിയ സിനിമയുടെ പ്രീസൈഡ് കളക്ഷൻ റിപ്പോർട്ടാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. മലയാള സിനിമാ പ്രേമികൾ നെഞ്ചിലേറ്റിയ ഒരു കഥാപാത്രമായിരുന്നു ജയസൂര്യ നായകനായിട്ടെത്തിയ ഷാജി പാപ്പൻ എന്ന് പറയുന്ന കഥാപാത്രം. ആട് എന്ന് പറയുന്ന സിനിമ ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടെങ്കിലും DVD റിലീസുകളിലൂടെ മിനി സ്ക്രീനിലും ചിത്രം വൻ വിജയം നേടിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ആട് 2 പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. വൻ വിജയമായിട്ട് മാറിയ ആട് 2-ന് ശേഷം ആട് 3യും അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആട് 3 അനൗൺസ് ചെയ്ത ഏകദേശം ഒരു 4 വർഷങ്ങൾക്ക് ശേഷമാണ് ചിത്രം ഇതാ തിയേറ്ററിലോട്ട് എത്താൻ പോകുന്നത്. എന്നൊക്കെയാണ് വലിയൊരു ബഡ്ജറ്റിൽ തന്നെയാണ് ചിത്രം ഒരുക്കുന്നത്. ആദ്യ 2 ഭാഗങ്ങൾ ഒരുക്കിയ മിഥുൻ മാനുവൽ തോമസ് തന്നെയാണ് ചിത്രത്തിനായിട്ട് തിരക്കഥ എഴുതി സംവിധാനം ചെയ്തത്. ആദ്യ ഭാഗം അണിയിച്ചിരിക്കിയ ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ ബാനറിൽ വിജയ് ബാബു അതോടൊപ്പം തന്നെ വേണു കുന്നപ്പിള്ളയുടെ കാവ്യ ഫിലിംസും ചേർന്ന് തന്നെയാണ് ചിത്രത്തിന്റെ 3ാം ഭാഗം ഒരുക്കുന്നത്. ഷാൻ റഹ്മാനാണ് ചിത്രത്തിനായിട്ട് മ്യൂസിക് ഒരുക്കാൻ പോകുന്നത്. ആദ്യ ഭാഗത്തിലെ താരങ്ങളെല്ലാം തന്നെ 2ാം ഭാഗത്തിലും അണിയിറക്കുന്നുണ്ട്. ഡ്യൂഡും ഷാജി പാപ്പനും അറക്കലബും സാത്താൻ സേവ്യറും ശശിയാശാനും എല്ലാം തന്നെ ഈ ഒരു ഭാഗത്തിലും കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തുന്നുണ്ട്. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും വലിയൊരു ജനപിന്തുണയുള്ള ഒരു ഫ്രാഞ്ചൈസിയിൽ നിന്ന് ഒരു പടം വരുമ്പോൾ എന്നാൽ വലിയ രീതിയിലുള്ള ഒരു ബുക്കിംഗ് ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിക്കാതെ പോകുന്നത് തിരിച്ചടിയായിട്ട് മാറുകയാണ്. ചിത്രത്തിന് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ബുക്കിംഗ് തുടങ്ങിയ ആദ്യ 3 ദിവസം കൊണ്ട് ഏകദേശം 1,34,00,000 രൂപയോളം മാത്രമാണ് പ്രീസെയിലൂടെ സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തൊക്കെയാണ് ഒരുപക്ഷെ യുദ്ധത്തിന്റെ സമാന സാഹചര്യങ്ങളെല്ലാം തന്നെ ചിത്രത്തിനെ ബാധിച്ചേക്കാം. GCC കൺട്രികളിലെ ചിത്രത്തിന് ഒരുപക്ഷെ ഇതുവരെ റിലീസ് പ്രോപ്പറായിട്ട് വരാനുള്ള സാധ്യതകളും കാണുന്നില്ല. ഒരുപക്ഷെ ഷാജി പാപ്പന്റെ 3ാം വരവ് മോശപ്പെട്ട സമയത്താണോന്ന് സിനിമാ പ്രേമികൾ ഉറ്റുനോക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഒരുപക്ഷെ മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് തന്നെ ഷാജി പാപ്പന് സുഖമായിട്ട് 100 കോടി സ്വന്തമാക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് വെക്കേഷൻ സീസണൊക്കെയാണ് വരാൻ പോകുന്നത്. എന്തൊക്കെയാണ് കാത്തിരിക്കുക ഷാജി പാപ്പന് മികച്ച റെസ്പോൺസുകൾ നേടാനും ബോക്സ് ഓഫീസിൽ കത്തിക്കയറാനും സാധിക്കും എന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പോൾ ആട് 3 എന്ന് പറയുന്ന സിനിമ നിങ്ങൾ എത്ര വരെയാണ് മാർച്ച് 19 തിയേറ്ററിൽ നിന്നായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കാമെന്ന് കമൻറ്റ് ബോക്സിൽ നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.